ആ വിലാപയാത്ര ഇവിടുന്ന് മുന്നോട്ട് പോവുകയാണ്. വിലാപയാത്ര ഈ CPM കേന്ദ്ര പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ, അതുപോലെ തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, CPIയുടെ ജനറൽ സെക്രട്ടറി D. രാജ എന്നിവരാണ് ഇപ്പോൾ ഈ വിലാപയാത്ര മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. വിലാപയാത്ര മുന്നോട്ട് പോവുകയാണ്. പതിറ്റാണ്ടുകൾ, അരനൂറ്റാണ്ട് നീണ്ട അതിൻ്റെ ഏറിയ പങ്കും ചെലവഴിച്ച AKG ഭവനോട് സീതാറാം യെച്ചൂരി വിട പറഞ്ഞിരിക്കുകയാണ്. തങ്ങളുടെ പ്രിയ നേതാവിന് വീരോചിതമായിട്ടുള്ള റെഡ് സല്യൂട്ട്, ലാൽ സലാം അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ടാണ് പ്രിയ സഖാക്കൾ, നേതാക്കൾ യാത്രയാക്കിയിട്ടുള്ളത്. നമ്മൾ ആ ദൃശ്യങ്ങളാകെ കാണുകയാണ്. ദില്ലിയിൽ അത്രമേൽ സീതാറാം യെച്ചൂരിയെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രിയ സഖാക്കൾ, പാർട്ടി CPIM പ്രവർത്തകർ, ഇടതുപക്ഷ പ്രവർത്തകർ എല്ലാവരും എത്തുകയും എല്ലാവരും ഇപ്പോൾ ഈ ആംബുലൻസിൻ്റെ ഒപ്പം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സീതാറാം യെച്ചൂരിയെ യാത്രയാക്കുകയാണ്. ആ യാത്രയയപ്പാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത്. ആ യാത്രയപ്പാണ് ഇപ്പോൾ നമ്മൾ കാണുന്നതും അതുതന്നെയാണ്. എയിംസിൽ ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന്, അണുബാധയെ തുടർന്ന് ചികിത്സയിലിരിക്കുകയാണ് സീതാറാം യെച്ചൂരി മരണപ്പെട്ടത്. അതേ തുടർന്ന് ഇന്നലെ വൈകുന്നേരമാണ് അവിടെ നിന്ന് നേരെ JNUവിലേക്ക് കൊണ്ടുവരുന്നു. JNUവിലെ പൊതുദർശനത്തിന് ശേഷം അവിടെ JNU വിദ്യാർത്ഥികൾ അദ്ദേഹത്തിലെ നേതാവിൻ്റെ ഏറ്റവും വലിയ ആദരവാണ് JNU അർപ്പിച്ചത്. അതിനുശേഷം വസന്ത് കുഞ്ചിലെ അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിലായിരുന്നു ഇന്നലെ പൊതുദർശനം. സമുന്നതരായ നേതാക്കൾ പലരും അവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനും CPIM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്ററും ഒക്കെ ഇന്നലെ അവിടെയാണ് എത്തിയത്. ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഇന്നലെ അവിടെ എത്തി. കേന്ദ്രമന്ത്രി JP നദ്ദ അവിടെ എത്തി. അങ്ങനെ അതിനുശേഷം ഇന്ന് രാവിലെ 10 മണിയോടെയാണ് AKG ഭവനിലേക്ക്, CPIM ആസ്ഥാനത്തേക്ക് സഖാവ് സീതാറാം യെച്ചൂരിയുടെ മൃതശരീരം എത്തിച്ചത്. അപ്പോൾ മുതൽ അവിടെ വലിയ തോതിലുള്ള ആളുകൾ എല്ലാ സമൂഹത്തിൻ്റെ നാനാതുറകളിൽ നിന്നും ഇവിടേക്ക് എത്തുകയായിരുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് BJP വിരുദ്ധ, വർഗീയ വിരുദ്ധ, മതനിരപേക്ഷ ഇന്ത്യയുടെ ദിശാബോധത്തെ നിർണയിച്ച പ്രതിപക്ഷ പാർട്ടികളുടെ, ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും സചേതനമായിട്ടുള്ള ദിശാബോധം പകർന്ന നേതാവിനെയാണ് ആ മുന്നണിക്ക് നഷ്ടമായത്. സോണിയാഗാന്ധിയും അഖിലേഷ് യാദവും P. ചിദംബരവും അതുപോലെ തന്നെ മറ്റെല്ലാ നേതാക്കളും, ആം ആദ്മി പാർട്ടി നേതാക്കൾ, മനീഷ് സിസോദിയ അടക്കം ഉള്ള നേതാക്കളൊക്കെ ഇവിടെ, സഞ്ജയ് സിംഗ്, ആം ആദ്മി പാർട്ടി നേതാക്കൾ, ശരത് പവാർ, എല്ലാവരും ഇവിടെ വന്ന് സീതാറാം യെച്ചൂരി അവസാനമായി ഒരു നോക്ക് കണ്ടു, അന്ത്യാഭിവാദ്യങ്ങൾ നേർന്നു, ആദരാഞ്ജലികൾ അർപ്പിച്ചു. അതിനുശേഷമാണ് ഇന്നിപ്പോൾ നേരത്തെ നിശ്ചയിച്ചതുപോലെ 3 മണിക്ക് തന്നെ മൃതദേഹം അവിടെ നിന്നും AKG ഭവനിൽ നിന്ന് വിലാപയാത്ര ഇപ്പോൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങേയറ്റം ആവേശകരമായ ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കാണുന്നത്. പ്രത്യയശാസ്ത്ര ദൃഢത കൊണ്ടും വളരെ പ്രായോഗികമായ രാഷ്ട്രീയ നീക്കങ്ങൾ കൊണ്ടും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ CPIM എന്ന പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എന്ന പദവിയിലിരുന്നു കൊണ്ട് 9 വർഷക്കാലം 2015 വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസിലൂടെയാണ് സീതാറാം യെച്ചൂരി CPIMൻ്റെ ജനറൽ സെക്രട്ടറി ആവുന്നത്. ഏറ്റവും ചെറുപ്രായത്തിൽ പോളിറ്റ് ബ്യൂറോയിലെത്തി, അതുപോലെ തന്നെ അതിനു മുൻപ് ചെറുപ്രായത്തിൽ കേന്ദ്ര കമ്മിറ്റിയിലെത്തിയ സീതാറാം യെച്ചൂരി പതിറ്റാണ്ടുകളോളം CPIMനെ വളരെ സമുജ്ജലമായി ചലിപ്പിച്ച, മുന്നോട്ട് കൊണ്ടുപോയ അതിൻ്റെ നേതൃത്വത്തിലെ ഏറ്റവും തിളക്കമാർന്ന മുഖമായിരുന്നു. CPIMൻ്റെ ജനറൽ സെക്രട്ടറി പദത്തിലിരിക്കെയാണ് സീതാറാം യെച്ചൂരി ഈ ലോകത്തോട് വിട പറഞ്ഞത്. സീതാറാം യെച്ചൂരി ഏതു പ്രതിസന്ധി ഘട്ടത്തിലും മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് കാഴ്ചപ്പാടുകളിൽ നിന്നുകൊണ്ട് പാർട്ടിയെ പ്രത്യയശാസ്ത്ര ദൃഢതയോടെ മുന്നോട്ട് നയിക്കുകയും അതേസമയം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സവിശേഷമായ സാധ്യതകളെയും പ്രശ്നങ്ങളെയും വെല്ലുവിളികളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് വർഗീയ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള പൊതുജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രീയ പ്ലാറ്റ്ഫോം രൂപപ്പെടുത്തുമ്പോൾ ആ മൂവ്മെൻറ്റിന് ഏറ്റവും ശക്തമായ ശരിയായ രാഷ്ട്രീയം പകർന്നു നൽകിയ ഒരു നേതാവിൻ്റെ വിയോഗമാണ് എന്നുള്ളത് തന്നെയാണ്. നേതാക്കളൊക്കെയും സംസാരിക്കുമ്പോൾ സീതാറാം യെച്ചൂരി അത്രമേൽ ആഴത്തിൽ ഇവരെയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് ഓരോ നേതാക്കളും, അത് CPIMൻ്റെ നേതാക്കൾ മാത്രമല്ല, എല്ലാവരും തന്നെ പറയുന്നുണ്ടായിരുന്നു. ഇന്ന് രാവിലെ സംസാരിച്ചപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടറി M. ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞ പോലെ 400-ലധികം സീറ്റുമായി അധികാരത്തിൽ വരുമെന്ന BJPയുടെ വലിയ ആത്മവിശ്വാസം നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിലും പോളിറ്റ് ബ്യൂറോയിലുമൊക്കെ ഇതല്ലാത്തൊരു ഇന്ത്യൻ സാഹചര്യം രൂപപ്പെടും, അതിനുള്ള മൂർത്തമായ സാഹചര്യമുണ്ട് എന്ന് പറയുകയും അതിനനുസരിച്ച് രാഷ്ട്രീയ പാർട്ടികളെ ഒരുക്കുകയും ആ ഒരുക്കലിൽ ഇന്ത്യ മുന്നണി എന്നതിലേക്ക് രൂപപ്പെടുകയും അതിലൂടെ മുന്നോട്ട് പോവുകയും രാജ്യത്തെ ജനങ്ങളുടെ മോദി സർക്കാരിനോടുള്ള വലിയ അതൃപ്തിയെയും എല്ലാം രാഷ്ട്രീയമായി തന്നെ കൂടുതൽ ശക്തമായ പ്രതിരോധം അവർക്കെതിരെ തീർക്കുന്നതിലും ഒക്കെ ഇടവരുത്തിയിട്ടുണ്ട്. നമ്മൾ പിന്നീട് കണ്ടതൊക്കെയും ചരിത്രമായി മാറിയ കാര്യങ്ങളാണ്. അത്രമേൽ 3-ാം വട്ടവും ഹാട്രിക്
400-ലധികം സീറ്റുമായി വരുമെന്ന് കരുതിയ മോദി സർക്കാർ കേവല ഭൂരിപക്ഷത്തിലേക്ക് പോലും BJPക്ക് എത്താൻ കഴിയാതെ വരികയും ഘടകകക്ഷികളെ ആശ്രയിക്കുകയും ചെയ്യേണ്ടി വരുന്ന വിധത്തിൽ മാറുകയും ചെയ്തു. അവിടെയും കുറെ കൂടി വിശാലമായി പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ഒരു നിലപാട് കാഴ്ചവെച്ചിരുന്നെങ്കിൽ തന്നെ ചരിത്രം തന്നെ മാറുമായിരുന്നു. ആ രൂപത്തിൽ പക്ഷേ അതിലേക്കൊക്കെ ഇന്ത്യൻ പ്രതിപക്ഷ പാർട്ടികൾക്ക് ചുവടുവെക്കാൻ, BJP വിരുദ്ധ പാർട്ടികൾക്ക് ചുവടുവെക്കാൻ കഴിയും വിധം ആ രാഷ്ട്രീയത്തെ രൂപകൽപ്പന ചെയ്ത അതിൻ്റെ സുപ്രധാന രാഷ്ട്രീയ ശില്പികളിൽ ഒരാളെയാണ് നഷ്ടമായിരിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും തിളക്കമാർന്ന ദേശീയ നേതാവിനെയാണ് നഷ്ടമായത്. ആ നിലയിൽ ഇപ്പോൾ നമുക്കറിയാം, മോദി സർക്കാരിൻ്റെ നിലപാടുകൾക്കനുസരിച്ച് JNU ഭരണകൂടം ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായ പല നടപടികളും സ്വീകരിക്കുന്നു എന്ന കടുത്ത വിമർശനം നേരിടുന്ന കാലത്തും സീതാറാം യെച്ചൂരി എന്ന പൂർവ്വ വിദ്യാർത്ഥിയെ, ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച ദേശീയ നേതാവിനെ, CPM-ന്റെ ജനറൽ സെക്രട്ടറിയെ ഏറ്റവും അവസാനം ആ ക്യാമ്പസിലേക്ക് കൊണ്ടുവരാൻ അവിടുത്തെ കുട്ടികളും അധ്യാപകരും അക്കാദമിക് രംഗം ആകെയും ആഗ്രഹിച്ചപ്പോൾ അതിന് വഴങ്ങേണ്ടി വന്ന തലത്തിൽ ചരിത്രത്തിലാദ്യമായാണ് JNU, അതിൻ്റെ ചരിത്രത്തിലാദ്യമായാണ് ഒരു പൂർവ്വ വിദ്യാർത്ഥിക്ക്, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാവിന് വീണ്ടും ആ ക്യാമ്പസിലേക്ക് വരാനും ആ കുട്ടികളുടെ പുതുതലമുറയിലെ വിദ്യാർത്ഥി സമൂഹത്തിനും പതിറ്റാണ്ടുകൾ പിന്നിട്ട സീതാറാം യെച്ചൂരിയുടെ രാഷ്ട്രീയ ജീവിതത്തെ അത്രമേൽ സ്നേഹാദരങ്ങളോടെ അടയാളപ്പെടുത്തി അവർ മുദ്രാവാക്യം വിളികളോടെ JNU-ൽ നിന്ന് ഇന്നലെ ആരംഭിച്ച ഈ അന്തരീക്ഷമാണ് ഇപ്പോഴും ദില്ലിയിൽ മുഴങ്ങിക്കേൾക്കുന്നത്. എവിടെയും ലാൽ സലാം വിളികളാണ്. അത്രമേൽ ശക്തമായ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ശക്തമായ ബോധ്യങ്ങളും ആത്മവിശ്വാസവും രാഷ്ട്രീയവും പുതുതലമുറ ഏറ്റെടുക്കുന്നു. ഒഴിയാത്ത മുദ്രാവാക്യം വിളികളാണ്.